നേരത്തെ നികേഷ് സാർ പറഞ്ഞതുപോലെ പൊട്ടിയതും ചളുങ്ങിയതും ഒക്കെ BJP-യിലേക്ക് പോകുന്നു, അങ്ങനെ ഞാൻ കരുതുന്നില്ല. പത്മജ വേണുഗോപാൽ അങ്ങനെ ഒരു പൊട്ടിച്ചളുങ്ങിയ പാത്രമൊന്നുമല്ല. കാരണം ലീഡർ കെ കരുണാകരൻ്റെ മകൾ എന്ന് പറയുന്നത് ഒരു വലിയ മേൽവിലാസമാണ്. നമ്മൾ ഇത്രയും ചർച്ചയിൽ നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ ലീഡറുടെ മകൾ, അതുപോലെ AK ആന്റണിയുടെ മകൻ, ആ മേൽവിലാസമാണ് BJP-ക്ക് വേണ്ടത്, അല്ലാതെ ഈ രണ്ട് വ്യക്തികളെയല്ല. ഈ രണ്ട് വ്യക്തികളെയല്ല. കുടുംബാധിപത്യം പൊളിഞ്ഞില്ലേ? കുടുംബത്തിലെ മകൾ ഒരിടത്തും മകനെതിരെയാണ് എല്ലായിടത്തും മോദി പ്രസംഗിക്കുന്നത്. അപ്പോൾ കുടുംബത്തിൽ നിന്ന് വന്ന് രാഷ്ട്രീയത്തിൽ തെളിയിച്ച ആളുകളെ എന്തിനാണ് കൊണ്ടുപോകുന്നത്? അപ്പോൾ കുടുംബാധിപത്യം ചോദിച്ചതുകൊണ്ട് പറയാം, കുടുംബാധിപത്യത്തോടൊപ്പം നിന്ന് വളർന്ന് വലുതാകാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടും എങ്ങും ആകാതെ നിന്ന ആളുകൾ തന്നെയാണല്ലോ പത്മജ വേണുഗോപാലും അനിൽ ആന്റണിയും. അനിൽ ആന്റണിയെ എത്രമാത്രം മുക്കത്തിലേക്ക് കോൺഗ്രസ് അവരോധിച്ചു, പത്മജ വേണുഗോപാലിനെ അവരോധിച്ചു, നിർത്തിയിടത്ത് തോൽപ്പിച്ചു പത്മജയെ. അനിൽ ആന്റണിയെ കൃത്യമായ രീതിയിൽ ഉപയോഗിച്ചില്ല. ഇതിൽ BJP-യിലേക്ക് വന്നതിന് ശേഷം അനിൽ ആന്റണിക്ക് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു സ്പേസ് കിട്ടുകയാണ്.